ക്രിക്കറ്റിൽ ഒരു ഗ്ലോറിയസ് അൺസർട്ടനിറ്റീസ് ഉള്ള ഒരു ഗെയിമാണ്. കാരണം ഇന്ന് നമ്മൾ ഹീറോ ആണെങ്കിൽ നാളെ സീറോ ആവും. ഇന്നിപ്പോ സീറോ ആണെന്ന് തോന്നുന്ന ആള് നാളെ ഹീറോ ആവും. അത് ശരിക്കും എന്താണ് അവര് പ്രൊനൗൺസ് ചെയ്യുന്നത്? എന്തായാലും കുഴപ്പമില്ല, അതിനൊരു പ്രത്യേക ഹൗ ഇസ് ദാറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. കൈ പൊക്കിയാൽ തന്നെ മതി. അപ്പീൽ ആരും ചെയ്തിട്ടില്ല, കൈ പൊക്കിയിട്ടില്ല, ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പീൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട് കൊടുക്കാം. അങ്ങനെ മാന്യമായിട്ട് അമ്പയറിനോട് ഡീൽ ചെയ്യുന്ന ഒരു താരം എനിക്ക് ഒറ്റ ആളെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വരുന്ന കെൻ വില്യംസൺ മാത്രമേ ഉള്ളൂ. വളരെ ഐ വുഡ് ലൈക്ക് ടു റിവ്യൂ ദാറ്റ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ അതും ഒരു അങ്ങനെ ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ വരുന്നത്. ഭയങ്കര അറ്റാക്കിംഗ് ലെവലിൽ അപ്പീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു താരം ആരെങ്കിലും. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലി തന്നെയാണ്. എല്ലാ അപ്പീലും നമ്മൾ ഔട്ട് കൊടുക്കണം എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജിലാണ് പുള്ളിക്കാരൻ വരുന്നത്. രോഹിത് ശർമ്മ വേറെ പോലെയാണ്. ഇപ്പൊ ധോണിയും മോശമൊന്നുമല്ല. പൈസയുടെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവർക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കിയേ പറ്റുള്ളൂ. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പയറിംഗിൽ ഒരു സ്കോപ്പ്, പൈസയും കിട്ടുന്ന ഒരു സ്കോപ്പ് ഉണ്ട്. സോ റീസണബിളി നല്ലൊരു തുക നമുക്കൊരു എൻ്റെ ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെ ഒരു അതും 4 മാസത്തിൽ ഏൺ ചെയ്യാം. സാർ ഇങ്ങനെ ഒരു പെർ മാച്ച് ആണോ ഇത്? ഒരു പെർ ഡേ. ഇപ്പൊ ധോണി വിക്കറ്റ് കീപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ബോൾ പിടിച്ചിട്ട് ബോൾ മുകളിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് 99.9% ബാറ്റ് തട്ടിയിട്ടുണ്ട്. ഒരു മാച്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊളാർഡ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 8-9 കൊല്ലം മുമ്പിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഫീൽഡർ ബോളറിന്റെ ബാക്കിൽ അവിടെ തന്നെ ക്യാച്ച് അടിച്ചു കൊടുത്ത് ഔട്ട് പോയി. അപ്പം നമുക്കത് നമ്മൾ കാണുമ്പം ഇവിടെ ഒരു ഫീൽഡറാണ്, അങ്ങനത്തെ ഒരു തോന്നലാണ്. കാരണം ഇവിടെ എന്താണ്, പക്ഷെ പുള്ളിക്കാരൻ്റെ ഈ ഗെയിമിനോട്ടുള്ള ഒരു അസസ്മെന്റ് അത് അൺബിലീവബിൾ ആണ്. രാജസ്ഥാൻ റോയൽസിൽ എങ്ങനെ വന്നോ അതല്ല ഇപ്പോൾ പുള്ളിക്കാരൻ എന്നാൽ അവിടെ നിന്ന് ക്യാപ്റ്റൻസി കിട്ടി. ക്യാപ്റ്റൻസി ഒരു 5 കൊല്ലം രാജസ്ഥാൻ റോയൽസിനെ ലീഡ് ചെയ്ത ഒരു പ്ലെയറാണ്. ഫൈനലിൽ കളിച്ച ഒരു ക്യാപ്റ്റൻ പിന്നെ അല്ലാണ്ട്. സോ അത് പുള്ളിക്കാരൻ്റെ ഇപ്പോൾ ഒരു എക്സ്പെക്ടേഷൻസും ഇതിലും ചെന്നൈ ഇപ്പം അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധോണി ഒരു പക്ഷേ റിട്ടയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 3-4 കൊല്ലം കൊണ്ടുപോകാനായിട്ടുള്ള ഒരാളായിട്ടാണ് അവർ സഞ്ജുവിനെ കാണുന്നത്. സോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെ സഞ്ജുയുടെ ഇപ്പം ക്യാപ്റ്റൻസി കിട്ടിയാൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. സാറേ നമസ്കാരം. നമുക്ക് ആ ഒരു പദത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അമ്പയർ എന്ന് പറയുന്ന ഒരു വാക്ക് സാധാരണഗതിയിൽ ഏതൊരു മാച്ച് എടുത്താലും നമ്മൾ റഫറി എന്നുള്ള പദമാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ബട്ട് ക്രിക്കറ്റിന് മാത്രമാണ് ഈ അമ്പയറിംഗ് എന്നുള്ളൊരു വാക്ക്. അതെന്താണ് ആ ഒരു വാക്കിന് അങ്ങനെ ഒരു പ്രസക്തി വന്നത്? ഇത് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൽ ലീഗൽ ആയിട്ടുള്ള ഒരു ടേം ആയിട്ടാണ് അവർ ഈ റൂൾസ് റെഗുലേഷൻസ് എല്ലാം ഫോം ചെയ്തിരിക്കുന്ന ഒരു സെപ്പറേറ്റ് ഒരു ബോഡിയാണ്. അത് ലീഗൽ ആൾക്കാരാണ്, കൂടുതൽ വക്കീലുമാർ. അപ്പോൾ ഇതിൻ്റെ ടെർമിനോളജി എല്ലാം ഈ വക്കീലന്മാർ യൂസ് ചെയ്യുന്ന ലോയുടെ ടിപ്പിക്കൽ ബ്രിട്ടീഷ് ലോയിൽ എങ്ങനെ യൂസ് ചെയ്യുമോ അതിലുള്ള ഒരു വാക്കുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഈ അമ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾ വരുന്നത്. അതെ, ഓക്കെ. അതുപോലെ ഈ താരങ്ങളും ഈ പറഞ്ഞ പോലെ വിക്കറ്റ് അപ്പീൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് പല രീതിയിലാണ്. ഹൗസ് ദാറ്റ്, അത് ശരിക്കും എന്താണ് അവര് പ്രൊനൗൺസ് ചെയ്യുന്നത്? അല്ല, അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. അതിനൊരു പ്രത്യേക ഹൗ ഇസ് ദാറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. കൈ പൊക്കിയാൽ തന്നെ മതി. അതും ഒരു അപ്പീലാണ്. സോ അതിനൊരു ഹൗ ഇസ് ദാറ്റ് എന്നുള്ളത് പണ്ട് ഒരു ഇംഗ്ലീഷുകാരന്മാർ കളിച്ചിരുന്ന സമയത്ത് അതായിരുന്നു അപ്പീലിൻ്റെ ഒരു രീതി. ഓക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെ ഹൗ ഇസ് ദാറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. കൈ പൊക്കിയിട്ട് കളിക്കാരൻ അങ്ങനെയൊന്നുമില്ല. അവര് കൈ കളിച്ച് എന്നെല്ലാം പറഞ്ഞ് എന്ത് വിളിച്ചു കഴിഞ്ഞാലും അത് അപ്പീൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കും. അപ്പീൽ ആരും ചെയ്തിട്ടില്ല, കൈ പൊക്കിയിട്ടില്ല, ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പീൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട് കൊടുക്കാൻ പറ്റൂ. അതേ ചോദിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ സാറിന് ഒരു ഡിസിഷൻ മനസ്സിലായി, അത് ഔട്ടാണെന്ന് തോന്നി, സാറിന് അത് അപ്പീൽ മീൻസ് അത് ഔട്ടായിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് ബോൾഡ് ആണ്, ബാസോ നടന്നു പോവാണ്, ക്യാച്ച് ആണ്, ബാസോ നടന്നു പോവാണെങ്കിൽ അത് വേറെ. പക്ഷെ നമ്മൾ ഔട്ട് കൊടുക്കാൻ പാടില്ല. അപ്പീൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഔട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അതിനിപ്പോ ഒരു തേടമ്പേറിന് ഒരു ഡിസിഷൻ അങ്ങനെ ഒന്നും എവിടെയും കൊടുക്കാൻ പറ്റില്ല. അത് അതിന്റെ വഴിക്ക് വിടുക, അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ. ഈ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് സൈനുകൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ബേസിക്കലി നമുക്ക് ഔട്ടും 6ഉം 4ഉം ഒക്കെ കോമൺലി യൂസ്. ഇങ്ങനെ എത്ര സൈനുകൾ ഉണ്ട് ക്രിക്കറ്റില്? പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. ഇപ്പൊ ലെഗ് ബൈക്ക് ഉണ്ട്, വൈഡിനുണ്ട്, നോ ബോളിനുണ്ട്, അതേപോലെ ഡെഡ് ബോളിനുണ്ട്, പെനാൽറ്റി റൺസിനുണ്ട്, റിവോക്ക് ചെയ്യുന്ന സൈനുണ്ട്. അങ്ങനത്തെ റിവോക്ക് മീൻസ് നമ്മൾ ഒരു ഡിസിഷൻ നമ്മൾ കൊടുത്തു. ഇപ്പം നമ്മൾ ഔട്ട് കൊടുത്തിട്ട് അത് ഔട്ടല്ല നമുക്ക് തോന്നും. നമ്മളിപ്പം DRSൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് കൊടുത്തിട്ട് നോട്ട് ഔട്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ. അപ്പം നമ്മൾ ഇങ്ങനെ കാണിക്കും. അത് റിവോക്കിംഗ് സിഗ്നലാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഞാൻ ഔട്ട് കൊടുത്തതിനെ റിവോക്ക് ചെയ്തിട്ട് നോട്ട് ഔട്ട് എന്നുള്ളത്.
ഓക്കെ. അപ്പൊ അങ്ങനത്തെ സിഗ്നൽ ഒരു 10-12 സിഗ്നൽ കാണുമായിരിക്കും. കോമൺലി അതിനകത്ത് കോമൺലി ഒരു 6-7 സ്ഥിരമായിട്ട് യൂസ് ബൗണ്ടറി 4, 6, പിന്നെ നോ ബോൾ, വൈഡ്, ബൈ, ഇതൊക്കെയാണ് റെഗുലർ ആയിട്ട് വരുന്നത്. പെനാൽറ്റി റൺസിന്റെ ഒക്കെ വളരെ റെയർ ആയിട്ടേ വരുള്ളൂ. പിന്നെ ഈ പവർ പ്ലേ വരുന്ന സമയത്ത് അവരെ കൈ ഇങ്ങനെ കറക്കുന്ന ഇത്, പിന്നെ IPL ഒക്കെ ആണെങ്കിൽ നമ്മളെ ടൈം ഔട്ട് വരുന്ന സമയത്ത് അങ്ങനത്തെ കുറച്ച് ഇതേ ഉള്ളൂ. ഈ സത്യസന്ധമായിട്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ സാറിന് ഏറ്റവും സന്തോഷം തരുന്ന ഒരു സൈൻ ഏതാണ്? അങ്ങനെ സന്തോഷം അങ്ങനെ ഒന്നുമില്ല. ആ സമയത്ത് വരുന്നതിൽ നമ്മൾ കാണിക്കണം, അത്രയല്ലേ ഉള്ളൂ. വേറെ അതിന് സൈനിന് നമുക്ക് സന്തോഷം അങ്ങനെ ഒന്നുമില്ല. ഓക്കെ. ഏതായാലും നമുക്കെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ. ഈ പറഞ്ഞ പോലെ ഈ ബാറ്റ്സ്മാൻമാരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ഒരു ഡിസിഷൻ? നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാം. നമ്മൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി വന്നിട്ട് നമ്മൾ നോക്കുന്ന ബിലീവ് ചെയ്യാം. അതിലൊന്നും കിട്ടിയില്ല, ബോൾ അടുത്തൂടെ പോയി, അപ്പീലുണ്ട്, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പിന്നീടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നത്. പക്ഷെ ഫസ്റ്റ് നമ്മുടെ ഒരു 95% നമ്മൾ നോക്കുന്ന, നമ്മൾ ബോൾ കണ്ട് ബാറ്റിൽ കൊണ്ടിട്ടുണ്ടോ, ശബ്ദം കേട്ടിട്ടുണ്ടോ, അത് ബേസ് ചെയ്ത് നമ്മളെ സ്കിൽ സെറ്റ്, നമ്മളെന്ന് പറഞ്ഞാൽ ഐസൈറ്റും ഹിയറിങ്ങിൻ്റെയും, ആ ഹിയറിങ് കുറച്ച് ചില സമയത്ത് കേൾക്കാം, ചില സമയത്ത് കേൾക്കാൻ പറ്റില്ല, അതിന് ട്രസ്റ്റ് ചെയ്യും. അത് ബാറ്റ്സ്മാൻ്റെ എന്ത് റിയാക്ഷൻ ആണെങ്കിലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് 95% അവിടെ തീരും. അത് പിന്നെ വേറെ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഒരു 5% ഉണ്ട്, നമുക്ക് അറിയാൻ പറ്റില്ല. അടുത്തൂടെ പോയി ഒരു അപ്പീലുണ്ട്, നമുക്ക് ശബ്ദമൊന്നും കേട്ടിട്ടില്ല, പക്ഷെ ബാറ്റിൻ്റെ അടുത്തൂടെ ബോൾ പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഇപ്പം ചില ഇതിലിപ്പോൾ ഞാൻ ചില ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ധോണി വിക്കറ്റ് കീപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ബോൾ പിടിച്ചിട്ട് ബോൾ മുകളിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് 99.9% ബാറ്റ് തട്ടിയിട്ടുണ്ട്. ഇപ്പം പുള്ളിക്കാരൻ അപ്പീൽ മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയോ തട്ടിയിട്ടുണ്ട്, പുള്ളിക്കാരന് ഷുവർ അല്ല, പക്ഷെ എവിടെയോ തട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ അപ്പീൽ നോർമലി അങ്ങനെ അല്ലാത്ത ഒരു ഇതിന് അപ്പീൽ ചെയ്യുന്ന കുറവാണ്. ഓക്കെ. സോ ചില ആൾക്കാർ ഇപ്പം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ക്വിന്റൻ ഡിക്കോക്ക് ചില ഇത് ബോൾ ഇടുന്നത് പുള്ളിക്കാരൻ ഷുവർ ആണെങ്കിൽ ബോൾ പൊക്കിയിടാറുണ്ട്. പക്ഷെ ചില സമയത്ത് ബാറ്റിൽ കൊണ്ടെങ്കിൽ അപ്പീൽ ചെയ്യാണ്ട് ഒരു അപ്പീലിൽ ഒരു സുഖമില്ലാത്ത ഒരു അപ്പീലുണ്ടാവും, തണുത്ത അപ്പീൽ. ഇപ്പം ദിനേഷ് കാർത്തിക്കിന് നല്ല എഡ്ജൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആണ് എഡ്ജ് ആണെന്നുള്ള, അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു പകുതി ഇങ്ങനെ വേണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഒരു അപ്പീലുണ്ടാവും. അപ്പൊ ഓരോരോ ആൾക്ക് ഓരോരോ പോലെ ഉണ്ടാവും. സോ നമ്മളത് നമ്മൾ ചെയ്തുകൊണ്ട് വന്ന് പോകുമ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും, നമ്മൾ കാണും, കണ്ടു കഴിഞ്ഞിട്ട് എന്തോന്നാണ്. ഇപ്പോൾ ചിലപ്പോൾ മിക്കവാറും ഉള്ള സമയത്ത് നമ്മൾ വീട്ടിൽ TV കാണുമ്പോഴായിരിക്കും എന്നാൽ നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുക, നമ്മൾ അതിൽ ഒരു തേർഡ് പേഴ്സൺ ആണ്, നമ്മുടെ ഡിസിഷൻ അല്ല. ആ സമയത്താണ് നമുക്ക് കൂടുതലും ശ്രദ്ധിച്ച് ഇത് കണ്ടെത്താൻ പറ്റുന്നത്. TV കാണികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പയർ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന്റെ തൊട്ട് മുമ്പിൽ ബോൾ പോകുമ്പോഴേ, പിച്ചിന്റെ പകുതി വരുമ്പോഴേ നമ്മൾ ബോൾ കാണുള്ളൂ. പക്ഷെ നമ്മൾ TV കാണുമ്പോൾ അങ്ങനെയല്ല, ബോളർ ഓടി വരുന്നത് ബാക്കിൽ നിന്ന് കാണാം. അപ്പോൾ ബോളിനെ കാണുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ TV പല ആൾക്കാരും TV നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് അവർ ഡിസിഷൻ കൊടുക്കുന്ന കറക്റ്റ് ആയിരിക്കും. അപ്പൊ അവർ വിചാരിക്കും ഈ അമ്പയർ നമ്മൾ വീട്ടിലിരുന്ന് സുഖമായിട്ട് വീട്ടിലിരുന്ന് ഔട്ട് കൊടുക്കാനും നോട്ട് ഔട്ട് കൊടുക്കാനും ഭയങ്കര എളുപ്പമാണ്. എന്നുകൊണ്ടാൽ നമ്മൾ ഫുള്ളും കാണുകയാണ്, അതും സ്ലോ മോഷനിൽ. ക്യാമറയുടെ ഈ ഫ്രെയിം റേറ്റ്സ് ഒരുപാട് കൂടുതലാണ്. നമ്മുടെ കണ്ണിന് ഒരു 30-40 ഷട്ടർ സ്പീഡ് ഉണ്ടെങ്കിൽ ക്യാമറയ്ക്ക് 200-300 ഒക്കെയാണ്. അതിന് കുറെ 10-20 ക്യാമറ ഉണ്ട്. അപ്പം കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് TV കാണാൻ പറ്റും. സോ അത് നമുക്ക് കാണുന്ന സമയത്ത് ബാറ്റ്സ്മാൻ എന്ത് ചെയ്തു, എവിടെയാണ് ബോൾ പോയത്, പാഡിൽ തട്ടിയിട്ട് എവിടെയാണ് പോയത്, അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് TV കാണുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യും. അത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഗ്രൗണ്ടിൽ ഇടാൻ പറ്റും. ചില സമയത്ത് ബോൾ എങ്ങോട്ടാണ് പോയത്, ഇപ്പൊ കളിക്കുന്ന സമയത്ത് ബോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബോൾ പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എവിടെയോ തട്ടിയിട്ടുണ്ട്, തട്ടാണ്ട് അങ്ങോട്ട് ബോൾ പോകില്ല. അങ്ങനത്തെ കുറച്ച് ഹിന്റ് നമുക്ക് ഈ ബൂമറെ പോലുള്ള സ്പെഷ്യലിസ്റ്റ് ബോളേഴ്സ് വരുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കണോ ശരിക്കും? അവരുടെ സ്റ്റൈലിലും ഒക്കെ വ്യത്യാസം വരുമ്പോൾ നമ്മളിപ്പോൾ പല ടൈപ്പിൽ വരുന്ന ബോളേഴ്സിന്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, നമ്മൾ ഓരോരോ ബോളർ വരുമ്പോഴും ഇപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 70% അപ്പീൽ LBW, പിന്നെ ഒരു 20-25% ക്യാച്ച്. ഇതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ. ഒരു 90%-95% നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് LBW-ലും കോട്ട് ബിഹൈൻഡിലുമാണ് വരുന്നത്, അമ്പയർമാരെ പുറത്ത് ഇതിൽ ടഫായിട്ട് വരുന്നത്. സോ ഈ ഒരു കോറിഡോറിൽ ഈ ഒരു ബോളർ ബുംറ എറിയുമ്പോൾ ബോൾ എവിടെ കുത്തിയിട്ട് ആ ബാറ്റ്സ്മാൻ്റെ പാഡിൽ എവിടെ കൊണ്ടു കഴിഞ്ഞാൽ ഔട്ട് ആവും എന്നുള്ളൊരു ധാരണ നമ്മൾ റെഡിയാക്കി വെക്കണം. എന്ന് പറഞ്ഞാൽ ബോൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ 1 സെക്കൻഡിൽ എല്ലാം കഴിഞ്ഞു പോകും. അപ്പം
അപ്പോൾ ആ സമയത്ത് നമുക്ക് എത്രത്തോളം അത് സ്പോട്ട് ചെയ്യാൻ പറ്റും. എന്നാലും അത് കിട്ടൂല. ചില സമയത്ത് ബാറ്റും പാഡും എല്ലാം വരുന്ന സമയത്ത് നമുക്ക് അറിയാം ഈ ബാറ്റ് ബോൾ കഴിഞ്ഞ ഉടനെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിലായതുകൊണ്ട് ബോൾ പാസ് ചെയ്ത് പോയ ഉടനെ ബാറ്റ് കവർ ചെയ്യും. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് പാഡിൽ കൊള്ളുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. ബാറ്റ് കവർ ചെയ്യും. സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ എവിടെയായിരുന്നു, ബോൾ എത്ര ദൂരം പോയി. അപ്പം നമ്മളൊരു കാൽക്കുലേറ്റഡ് ഒരു റിസ്ക് എടുത്തിട്ട് ഇത് കൊള്ളാൻ സാധ്യതയുണ്ട്, സാധ്യതയില്ല, അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻ കൊടുക്കുന്നത്. ഈ നമ്മൾ ബേസിക്കലി പറഞ്ഞ പോലെ ആ ഒരു പ്രൊഫഷണൽ കീപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ഫേവറേറ്റ് പേഴ്സണലി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ത്യൻ ടീം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ഒബ്വിയസ്ലി. അപ്പോൾ സാർ പക്ഷേ നമ്മൾ പറയാം അമ്പയറിംഗ് എന്ന് പറയുന്നത് അത്രയും യൂണീക്കായിട്ട് നിൽക്കേണ്ട ഒരു പൊസിഷനുമാണ്. ആ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു ഇന്ത്യക്കാരനും ഒരു ഇന്ത്യൻ പ്രേമി അമ്പയറും തമ്മിലുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ എങ്ങനെയാണ് ശരിക്കും മത്സരത്തിനിടയിൽ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയായിട്ട് ഞാൻ എടുക്കുന്നത് എൻ്റെ ജോബാണ്. ഓക്കെ. സോ ഇതിൽ നമ്മൾ ഇമോഷൻസ് മാറ്റി വെച്ചേ പറ്റുള്ളൂ. സോ അതിന് പ്രിപ്പറേഷൻ അത് മസ്റ്റാണ്. നമുക്കിപ്പം ഇപ്പം എനിക്ക് സഞ്ജു സാംസന്റെ ബാറ്റിങ്, സഞ്ജു സാംസനെയും വളരെ ഇഷ്ടമാണ് ആസ് എ പേഴ്സൺ. മീൻസ് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്, നല്ലൊരു പയ്യനാണ്. ആൻഡ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു പയ്യനാണ്. ചില ഷോട്ട്സൊക്കെ നമ്മളിപ്പം കാണുന്ന സമയത്ത്, ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ ഇപ്പം കളിക്കുന്ന സമയത്ത് ഇപ്പം വെസ്റ്റ് ഇൻഡീസായിട്ടാണെങ്കിൽ ശരി, അതിൻ്റെ മുമ്പിലത്തെ മാച്ച് ഒരു 24 റൺ അടിച്ചു. പക്ഷെ ആദ്യത്തെ ഒരു 6 ഈ ബോൾ കുത്തി പൊങ്ങുന്ന ബോൾ ഈ സ്ട്രെയിറ്റിൽ 6 അടിക്കുന്നപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിക്കും? അതിപ്പോൾ IPL ആണെങ്കിൽ ചില ഷോട്ട്സ് ഒക്കെ കളിക്കുന്ന സമയത്ത്, പക്ഷെ ഞാൻ അമ്പയർ നിൽക്കുന്ന സമയത്ത് അത് ഫുള്ളും നമ്മൾ മാറും. പറഞ്ഞാൽ അത് എൻ്റെ ജോലി അതല്ല. എൻ്റെ ജോലി ഡിസിഷൻ കൊടുക്കുകയാണെന്നുള്ള അതിനൊരു പ്രിപ്പറേഷൻ പാർട്ട്. അതിന് ഞാനത് ആദ്യം തന്നെ എൻ്റെ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ അതിലോട്ട് കൊണ്ടുവരും. അതില്ലെങ്കിൽ നമുക്ക് അമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഡിസിഷൻ മൊത്തവും പാളും, മൊത്തവും തെറ്റും. നമ്മളൊരു ജസ്റ്റിസ് ചെയ്യുന്നില്ല. നമ്മളെ വിശ്വസിച്ച് തന്നിരിക്കുന്നത് നമുക്ക് ഇതൊന്നും ഉണ്ടാവാണ്ട്. ഇപ്പം 180 പേരിൽ ഈ 4 പേർക്ക് ഈ കഴിവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ തരുന്നത്. അപ്പൊ അത് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇതിൽ നമ്മൾ അമ്പയർ എന്ന് പറയുന്ന ഒരു ജഡ്ജിന്റെ ഒരു റോളാണ്. ഇപ്പൊ ഒരു ജഡ്ജ് നിൽക്കുന്ന സമയത്ത് അത് മോനാണോ അതാണോ നോക്കാനുള്ള ഇതില്ലല്ലോ. മീൻസ് അവർക്ക് നിയമമാണ് അവിടെ. സോ അത് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. എനിക്ക് ഇതുവരെ അങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് DRS ധോണി റിവ്യൂ സിസ്റ്റം എന്നൊക്കെ തമാശക്ക് കേട്ടി പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ്, അദ്ദേഹത്തിന് ഈ പറഞ്ഞ നേരത്തെ കണക്ട് ചെയ്തതുപോലെ അപ്പീൽ ചെയ്തതുപോലെ പുള്ളിയുടെ ചില തീരുമാനങ്ങൾ, ചില അപ്പീലുകൾ, ഡിസിഷൻ എങ്ങനെയാണ് അത് ശരിക്കും നോക്കി കാണുന്നത് ആ ഒരു അമ്പയർ നിൽക്കുമ്പോൾ? പ്രിപ്പറേഷൻ പുള്ളിക്കാരൻ ആലോചിച്ച് വരുന്ന ഒരു ആളൊന്നുമല്ല. പുള്ളിക്കാരൻ ഈ ടീം മീറ്റിങ്ങും അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. പുള്ളിക്കാരൻ ആ സമയത്ത് നടക്കുന്നത് വെച്ചിട്ട് അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. സോ അതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള സക്സസ് റേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ആർക്ക് എപ്പോൾ കൊടുക്കണം, ബോളിംഗ് കൊടുക്കണം, അത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ആർക്കെങ്കിലും ഒരു ബോളിംഗ് ചേഞ്ച്, ഫീൽഡിംഗ് ചേഞ്ച്. ഇപ്പോൾ നമ്മൾ ഒരു മാച്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊളോഡ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 8-9 കൊല്ലം മുമ്പിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഫീൽഡർ ബോളറിന്റെ ബാക്കിൽ അല്ല അവിടെ തന്നെ ക്യാച്ച് അടിച്ചു കൊടുത്ത് ഔട്ടുമായി. അപ്പം നമുക്കത് നമ്മൾ കാണുമ്പം ഇവിടെ ഒരു ഫീൽഡറാണോ അങ്ങനത്തെ ഒരു തോന്നലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ ഈ ഗെയിമിനോട്ടുള്ള ഒരു അസസ്മെന്റ് അത് അൺബിലീവബിൾ ആണ്. അത് ഓരോരോ പ്ലെയറിൻ്റെ അടുത്തായാലും ബോളറുടെ അടുത്തായാലും പുള്ളിക്കാരൻ ഇവൻ എന്ത് ചെയ്യാൻ പറ്റും, ഇവനെ ഞാൻ എന്ത് എറിയിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകും, ഈ ബാറ്റ്സ്മാൻ എന്ത് എറിയണം, ഏത് ബോളർക്കാണ് ഈ ഒരു പ്രത്യേക ഇപ്പോൾ വിരാട് കോഹ്ലിയാണ് ബാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ബോളർക്കാണ് ഏറ്റവും ബെസ്റ്റ് ചാൻസ് പുള്ളിക്കാരൻ്റെ ടീമിലുള്ള അത് പുള്ളിക്കാരൻ അത് പറയുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നീ ഇവിടെ എറിഞ്ഞോ, അതിൽ എത്ര റണ്ണ് പോയി കഴിഞ്ഞാലും പുള്ളിക്കാരന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവിടെ എറിഞ്ഞ് പോയാൽ മതി. സോ അങ്ങനത്തെ അതും ഒരു അകത്ത് തീർച്ചയായിട്ടും ഇമോഷൻസ് ഉണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, അത്രയും പേഴ്സണലായിട്ടൊന്നും എനിക്കറിയില്ല. നമ്മൾ കളി കാണുന്ന ഒരാളാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇമോഷൻസ്, ദേഷ്യവും സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ടാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഒന്നും തന്നെ പുറത്തറിയാൻ പറ്റില്ല. ഒരു ഇമോഷൻസും നമ്മൾ നിൽക്കുന്ന സമയത്ത് അയാൾ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ കാമായിട്ടാണോ, അല്ലെങ്കിൽ അകത്തെന്തെങ്കിലും കിടന്ന് ഓടുന്നുണ്ടോ, ഒന്നും വെളിയിൽ കാണുന്നതിൽ എന്താണ് ഒരു ബുദ്ധൻ്റെ ഒരിതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ല, കൂളായിട്ട് ഇപ്പം മറ്റേ ടീം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 15 ഓവറിൽ 200 ആയി കഴിഞ്ഞാലും ഒരേപോലെ തന്നെയാണ്. ഒരു 7 വിക്കറ്റ് പോയി കിടക്കുകയാണ്, 100-ന് 7 ആയാലും പുള്ളിക്കാരൻ വളരെ റെയറായിട്ട് പുള്ളിക്കാരൻ്റെ ഇമോഷൻസ് എന്തെങ്കിലും കാണിക്കുന്ന വളരെ റെയറാണ്. അപ്പം അങ്ങനെ ഇത്രയും കൊല്ലം അതും കാണികളായിട്ടുള്ള ഒരു കണക്ട്. ഇപ്പോൾ 40-41 വയസ്സിൽ വെറുതെ ബാറ്റിംഗ് ഇറങ്ങാൻ വരുന്ന ആ ഒരു കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പബ്ലിക്
ആ ഇറങ്ങി നടന്നു പോകുന്ന ക്രൗഡിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, ആവേശം, അത് അൺബിലീവബിൾ ആണ്. 42 വയസ്സായെന്ന് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ IPL വരുന്ന സമയത്തും ലാസ്റ്റ് ഓവറിലൊക്കെയാണ് വരുന്നത്. ഒരു 19-20 ഓവറൊക്കെ ആകുമ്പോൾ 2 ബോളൊക്കെയാണ്, അതിലൊരു 4 വന്നാലായി 6. പക്ഷേ അത് കാണാനായിട്ടും ആ ടൈമിൽ അതൊരു അൺബിലീവബിൾ കണക്റ്റാണ്. അത് പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ട് പറഞ്ഞാൽ പ്രായമായവരും ഫാൻസാണ്, ഇപ്പം പ്രായം കുറഞ്ഞവരും ഫാൻസാണ്. അതും ഇപ്പം ഒരു മാച്ചിൽ നമ്മൾ നോക്കുന്ന സമയത്ത് RCB ചെന്നൈ ഇവരെ സൂപ്പർ കിങ്സിൻ്റെ മാച്ച് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അത് മൊത്തവും ഒരു ഭാഗം മാത്രമേ ഉള്ളൂ യെല്ലോ കളർ ഇട്ടിട്ടുള്ള, ബാംഗ്ലൂരിൽ വെച്ചിട്ട് കളി. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും RCBയുടെ ചുവന്ന ഈ ഇതിട്ടിട്ട് കുപ്പായം അണിഞ്ഞിട്ട് ഉള്ള ഇതിലാണ് നിൽക്കുന്നത്. ഈ ധോണി വരുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ ഇവരെല്ലാവരും അകത്ത് ഒരു കുപ്പായം അല്ലെങ്കിൽ അതിൻ്റെ പുറത്തൊരു കുപ്പായം വെച്ചിട്ടുണ്ട് റെഡിയായിട്ട്. ധോണി ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് സ്റ്റേഡിയം മൊത്തവും മഞ്ഞ കളറായി എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് കാണുമ്പോഴാണ് അത് അനുഭവം കാണുമ്പോഴാണ് അത് തോന്നുന്നത്. ഇത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ കണക്ട് ഭയങ്കരമാണ്. ഈ ഇദ്ദേഹത്തിന്റെ സ്റ്റമ്പിങ് സ്പീഡും ഈ പറഞ്ഞ പോലെ നമ്മൾ അമ്പയർ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഫീൽഡ് അമ്പയർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ജഡ്ജ്മെന്റ് പ്രയാസമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ? പുള്ളിക്കാരൻ്റെ മീൻസ് സ്പീഡ് എന്ന് പറയുന്നത് ബാക്കിലോട്ട് എടുക്കുന്ന നോർമൽ വിക്കറ്റ് കീപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്യും. പുള്ളിക്കാരൻ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നോർമലി തെറിച്ചാണ് പോകുന്നത്. ഞാനിപ്പം ചെയ്യുന്ന സമയത്ത് ബോളിന്റെ അടുത്തോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ തട്ടി തെറിക്കും, മുമ്പോട്ട് പോകും. അതെ. പക്ഷെ പുള്ളിക്കാരൻ അതിൽ എന്തോ ഒരു സൂപ്പർ എന്തോ ചെയ്തു പറഞ്ഞാൽ ബോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അങ്ങോട്ട്, അപ്പോൾ അതിന്റെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ഈ ബോൾ കയ്യിൽ വരുന്നതും തട്ടുന്നത് ഒരു സ്പീഡിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലൊക്കെയാണ് ഈ സ്റ്റംപിങ് വരുന്നത്. അപ്പോൾ പലപ്പോഴും ബാറ്റ്സ്മാൻ്റെ കാല് ജസ്റ്റ് പോയിട്ട് വരുന്ന അല്ലെങ്കിൽ എയറിൽ പൊങ്ങിയിട്ട് തിരിച്ച് വരുന്നതിന് മുമ്പിൽ സ്റ്റംപിങ് പോയി കാണും. അതിന്റെ സ്പീഡ് വല്ലാത്തൊരു സ്പീഡ് തന്നെയാണ്. അതെ. ഈ നമ്മൾ ഈ ഇദ്ദേഹത്തിന്റെ ക്വാളിറ്റി പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര അറ്റാക്കിംഗ് ലെവലിൽ അപ്പീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു താരം ആരെങ്കിലും ഉണ്ടോ അമ്പയർമാരെ? ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലി തന്നെയാണ്. വിരാട് കോഹ്ലി എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതൊരു മാച്ച്, ഇപ്പോൾ 1 ഡേ മാച്ച് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫസ്റ്റ് ബോളിൽ ഒരാൾ ഔട്ടായിട്ട് പുള്ളിക്കാരൻ ബാറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആ 50 ഓവറിന് ഓടുന്ന റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സിൻ്റെ ഓടുന്നതായാലും ശരി, ആ അഗ്രഷൻ ഫുള്ള്. അതേപോലെ ഒരു ബോൾ പോലെ ഫീൽഡ് ചെയ്യാൻ വരുമ്പോഴും ഇപ്പം 150 അടിച്ചോട്ടെ അല്ലെങ്കിൽ 200 അടി എത്ര സ്കോർ ചെയ്ത് കഴിഞ്ഞാലും പുള്ളിക്കാരൻ ഫീൽഡിലെത്തും. അകത്ത് പോയി ഇരിക്കുന്ന പരിപാടിയില്ല. പുള്ളിക്കാരൻ തിരിച്ച് ഫീൽഡിൽ വരും. 50 ഓവർ ഫീൽഡ് ചെയ്യുന്നതും അതേ ഇൻറ്റൻസിറ്റി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവസാനം മറ്റേ കളിയൊക്കെ ജയിച്ചു, വലിയ കുഴപ്പമൊന്നുമില്ല, ഡൈവ് അടിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഇല്ലെങ്കിലും പുള്ളിക്കാരൻ അത് പാഞ്ഞു പോയിട്ട് ബോൾ ഡൈവ് ചെയ്ത് പിടിച്ചിട്ട് അങ്ങനെ ഈ 100 ഓവർ അത് നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ വെറുതെ നിൽക്കുകയാണല്ലോ, നമ്മുടെ പരിപാടി നിൽക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ ഒരു 150 റൺസ് ഓടിക്കാണ്, അതും പായുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്പീഡിലാണ്. അതേപോലെ ഫീൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഫ്രഷാണ്. കാരണം ആ അഗ്രഷൻ, ആ ഇൻറ്റൻസിറ്റി അത് കഴിഞ്ഞാൽ വേറൊരാളാണ്. ഈ ബൗണ്ടറി ലൈനിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വിരാട് കോഹ്ലി ബൗണ്ടറി ലൈനിൻ്റെ വെളിയിൽ നിൽക്കുന്ന വേറെ ആളാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വെളിയിൽ വന്നു കഴിഞ്ഞാൽ കാമാണ്, ആരാണ്, പക്ഷെ അകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ അപ്പീലും നമ്മൾ ഔട്ട് കൊടുക്കണം എന്നുള്ളൊരു ബോഡി ലാംഗ്വേജിലാണ് പുള്ളിക്കാരൻ വരുന്നത്. സോ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ചോദിച്ചുണ്ട്. ഇപ്പം രോഹിത് ശർമ്മ വേറെ പോലെയാണ്, ഇപ്പം ധോണിയും മോശമൊന്നുമല്ല. മീൻസ് അതിൽ പല ആൾക്കാരുണ്ടാവും, പല പ്ലെയേഴ്സിന്. ഇപ്പം ഫോറിൻ ഇതിൽ ഓസ്ട്രേലിയൻ ഇപ്പോൾ സ്റ്റീവ് സ്മിത്ത് ആവട്ടെ, വാർണർ ആവട്ടെ, അങ്ങനത്തെ എല്ലാ ടീമിനും അഗ്രസീവായിട്ടുള്ള ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ അങ്ങനെയാണ്, അവരുടെ നേച്ചർ അങ്ങനെയാണ്. അവർക്ക് പറഞ്ഞാൽ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് തോൽക്കാൻ പറ്റത്തില്ല. സോ അവർ ആ ടൈമിൽ നിൽക്കുന്നവരെ ഫുള്ള് പൊരുതും. സോ അങ്ങനെ പണ്ട് ഓസ്ട്രേലിയ ഇതിന്റെ ആശാന്മാരുണ്ട്. അതെ. ഇപ്പം അതിന്റെ ഇപ്പം നമ്മളിപ്പോൾ ഇംഗ്ലണ്ട് ടീമിലും ഇപ്പോൾ ബ്രോഡ് ആവട്ടെ, ആൻഡർസൺ ആവട്ടെ, അവർക്ക് അപ്പീൽ ചെയ്യുന്ന എല്ലാം ഔട്ടാണ്. സോ എല്ലാ ടീമിലും ഉണ്ട്. മീൻസ് നമുക്കിപ്പോൾ ഒരു ടീമിന്റെ മാത്രമല്ല, ഇപ്പോൾ വിരാട് കോഹ്ലി മാത്രമല്ല, പണ്ട് നമ്മുടെ ടീമിൽ കുറച്ചും കൂടെ ഒരു കാമായിട്ടുള്ള ഇപ്പൊ അനിൽ കുംബ്ലെ ഭയങ്കര അഗ്രസീവാണ്. നമ്മൾ വെളിയിൽ കാണുന്ന മാതിരത്തെ ഒരു ബോളറൊന്നും അല്ല അനിൽ കുംബ്ലെക്ക്. എല്ലാം കാലിൽ കൊള്ളുന്ന എല്ലാം ഔട്ട് കൊടുക്കണമെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ അപ്പീൽ. സോ പുള്ളിക്കാരൻ ഒരു ഫാസ്റ്റ് ബോളറിന്റെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് പുള്ളിക്കാരൻ വരുന്നത്. സോ പല ടീമിലും അങ്ങനത്തെ പ്ലേയേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റ് ഒരു മാന്യന്മാരുടെ കളിയാണെന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഭയങ്കര മാന്യമായിട്ട് അമ്പയർമാരോട് ഡീൽ ചെയ്യുന്ന ഒരു താരം എനിക്ക് ഒറ്റ ആളെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വരുന്ന കെയ്ൻ വില്യംസൺ മാത്രമേ ഉള്ളൂ. അങ്ങനെ പുള്ളിക്കാരന് നമുക്കങ്ങനെ ഇങ്ങനെ ഒരാളുണ്ടാവുമോ എന്നുള്ളൊരു എനിക്ക് ആ ടൈമിൽ ഞാൻ ആദ്യം അമ്പയർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരനായിട്ട് ഹൈദരാബാദിന്റെ ക്യാപ്റ്റനായിരുന്നു. അപ്പോഴാണ് ഈ DRS വരുന്നത്, ഈ നമ്മൾ IPL കൊണ്ടുവരുന്നത്. സോ ആ സമയത്ത് നമ്മൾ നോർമലി
ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളങ്ങ് മീൻസ് അതിൽ ഇതൊന്നുമില്ല, നമുക്കതിൽ മോശമൊക്കെ നാണക്കേടോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൊടുത്ത ഡിസിഷൻ അവർക്ക് ചാലഞ്ച് ചെയ്യാം, അതിൽ ലോല് ഇത് ഉള്ളതാണ്. അപ്പം പുള്ളിക്കാരൻ അതും വളരെ ഐ വുഡ് ലൈക്ക് ടു റിവ്യൂ ദാറ്റ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ അതും ഒരു അങ്ങനെ ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ വരുന്നത്. ഇപ്പം ഡിസിഷൻ ഔട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒരു അമ്പയറിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് അതിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ തോന്നിയിരുന്ന പറഞ്ഞാൽ 2019 ലോകകപ്പിൽ അവർ 2 മെയിൻ മാച്ചും ടൈ ആയി, സൂപ്പർ ഓവറും ടൈ ആയി, എന്നിട്ട് അവർക്ക് ലോകകപ്പ് പോയി. അതിൽ ആക്ച്വലി മെയിൻ മാച്ചിൽ ഒരു റൺ ആക്ച്വലി 5 റണ്ണേ പാടുള്ളായിരുന്നു. ഒരു ഓവർ ത്രോ വന്നത് അമ്പയർമാർക്ക് ക്രോസ് ചെയ്തോ അന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ക്രോസ് ചെയ്തോ ക്രോസ് ചെയ്തില്ലയോ എന്ന് അറിയാൻ പറ്റാണ്ട് അവർ 6 റണ്ണ് കൊടുത്തു. ശരിക്കും ക്രോസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് 5 റണ്ണേ കൊടുക്കാൻ പറ്റുള്ളായിരുന്നു. 5 റണ്ണ് കൊടുത്തിരുന്നെങ്കിൽ അവർ കളി ജയിച്ചു. പക്ഷെ എന്നിട്ടും പുള്ളിക്കാരൻ അമ്പയർമാരുടെ ഒരു പിഴ പറ്റിയോണ്ടാണ് ലോകകപ്പ് പോയെന്നോ അല്ലെങ്കിൽ ഈ റൂൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തോറ്റിട്ടില്ല. 2 ടൈ ആണ്. ആ 4ഉം 6ഉം സൂപ്പർ ഓവറിൽ ഈ മെയിൻ മാച്ചിലും കൂടെ ചേർന്നിട്ട് ഇംഗ്ലണ്ട് 2 6 കൂടുതൽ അടിച്ചു എന്നുള്ളൊരു പേരിലാണ് അവർക്ക് ഈ ലോകകപ്പ് കിട്ടുന്നത്. അപ്പോഴും പുള്ളിക്കാരനെ ഒരാളെയും കുറ്റപ്പെടുത്തിയില്ല. സോ അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊരു കരിയറായിട്ട് ഓപ്റ്റ് ചെയ്യുന്നവരോട് എന്താ സാറിന് പറയാനുള്ളത്? അമ്പയറിംഗ് മീൻസ് നമ്മുടെ BCCI ഇതിൽ വരുന്ന നല്ലൊരു കരിയർ പാത്ത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഉള്ള ഒരു ആസ്പെക്റ്റാണ്. ഇപ്പം നിൽക്കാൻ പറ്റും, ആൻഡ് ഈ ഗെയിമിനോട്ടുള്ള താല്പര്യമുണ്ട്. സാധ്യതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന പല ആൾക്കാരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷനാണ്. പാഷൻ ഓക്കെയാണ്, പക്ഷേ നമ്മൾ ഈ പാഷൻ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ചിലവും പോയില്ലെങ്കിൽ അതിൽ പറ്റൂല. ഇപ്പോൾ പല ആൾക്കാരും നമ്മൾ ഗെയിം നിർത്തുന്ന തന്നെ കളിക്കുന്ന ഇപ്പോൾ പല സ്പോർട്ടിലും ഇപ്പം ക്രിക്കറ്റ് നല്ല ഒരു ഇതിൽ ഇത്രയും പോപ്പുലർ ആവാനുള്ള പൈസ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കളിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പല ബാക്കിയുള്ള സ്പോർട്സിൽ എത്രയോ നല്ല മികച്ച പ്ലെയേഴ്സ് എത്രയോ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് അവർക്ക് മീൻസ് ഭാഗ്യക്കുറവുകൊണ്ട് നിർത്തേണ്ട അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് നിലനിൽപ്പിന്റെ ആവശ്യമാണ്. കാരണം അവർക്ക് ഇതും കണ്ട് കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ ആ സ്പോർട്ടിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ളതാണെങ്കിൽ പോലും അവർക്ക് പൈസയുടെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവർക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കിയേ പറ്റുള്ളൂ. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പയറിംഗിൽ ഒരു പൈസയും കിട്ടുന്ന ഒരു സ്കോപ്പുണ്ട്. സോ റീസണബിളി നല്ലൊരു തുക നമുക്കൊരു എൻ്റെ ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെ ഒരു അതും 4 മാസത്തിൽ ഏൺ ചെയ്യാം. പറഞ്ഞാൽ നമ്മുടെ ക്രിക്കറ്റിംഗ് സീസൺ പറഞ്ഞാൽ 4 മന്ത്സിൻ്റെ ഇടയിലാണ് നമുക്ക് അമ്പയറിംഗ് കിട്ടുന്നത്. നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, അല്ലെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഈ ഓരോരോ അമ്പയർമാർക്ക് ഓരോ ടൈമിന്റെ ഇടയിലാണ് വരുന്നത്. ആ 4 മാസത്തിന്റെ ഇടയിലാണ് അമ്പയറിംഗ് കിട്ടുന്നത്. അപ്പൊ അമ്പയറിംഗ് കിട്ടുന്ന സീസണാണ്. അപ്പൊ അതിൽ കോൺട്രാക്റ്റോ ഇത്രയും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇപ്പോ വരെ ലാസ്റ്റ് ഒരു കുറെ വർഷങ്ങളായിട്ട് ഒരു അമ്പയറിന് 10 തൊട്ട് 12 ലക്ഷം രൂപ വരെ. സാർ ഇങ്ങനെ ഒരു പെർ മാച്ച് ആണോ ഇത്? പെർ ഡേ അത് നിർബന്ധമൊന്നുമില്ല. ഇത്രയും ഇപ്പൊ ഞാൻ പറയുന്ന പോലെ 10 ലക്ഷം കിട്ടണമെന്നില്ല. ചില ആൾക്കാർക്ക് മാച്ച് കിട്ടാണ്ട് പോകുന്ന 180 അമ്പയർമാരുണ്ട്. എല്ലാവർക്കും ഒരേ ഡേയ്സ് കിട്ടുന്നില്ല. സോ അതിന്റെ റിസ്ക് ഉണ്ട്. ഞാൻ നമ്മൾ ഏതൊരു ജോബ് എടുത്താലും അതിന്റെ റിസ്ക് ഉണ്ടല്ലോ. ഇതെങ്ങനെ ഇതിന്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇതിന്റെ ഒരു അപ്ലൈ? നമ്മൾ അതിന്റെ മെയിൻ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് അസോസിയേഷനിൽ നമ്മുടെ പേര് നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ അതിന്റെ താല്പര്യം ഉണ്ടെന്നുള്ള ഇതിൽ കൊടുക്കുക. അപ്പോൾ അവിടെ എക്സാം ഉണ്ടാവും. സോ എക്സാം കണ്ടിട്ട് നമ്മൾ അതിന് അപ്പിയർ ചെയ്യണം. മെയിനായിട്ട് ലോസ് ആണ് ആദ്യത്തെ തുടക്കത്തിൽ. റൂൾസ് അറിയണം, അതിലാണ് തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഇവിടുത്തെ മാച്ചുകളിടും, ഇവിടെ ലീഗ് നടക്കുന്ന അതിൽ വെച്ചിട്ട് അവർ ഒരുവിധം ഈ പ്ലെയേഴ്സിൻ്റെ എന്തൊക്കെ ഫീഡ്ബാക്ക് കിട്ടുമല്ലോ, ഇവ കൊള്ളാവോ കൊള്ളൂല എന്നുള്ള ഒരു 3-4 കൊല്ലം കഴിയുമ്പം അറിയാൻ പറ്റും. സോ അത് കഴിഞ്ഞാൽ ഇവിടെ ഈ പ്ലെയേഴ്സിനെ BCCIയിലേക്ക് പോകാനുള്ള എക്സാം വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്ക്രൂട്ടിനി എക്സാം ഉണ്ടാവും. സോ അതിൽ എഴുതി അതിലൊരു ക്ലിയർ ചെയ്യുന്നത് വെച്ചിട്ട് നമ്മൾ ഓരോരോ സ്റ്റേറ്റിൽ നിന്ന് 4 പേരാണ് വിടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ 4 പേര് പോയി, 2 പേര് ക്ലിയർ ചെയ്തു. ബാക്കിയുള്ള 2 പേര് 2 മാർക്കിലാണ് പോയത്. വളരെ ദൈനിക ഒരു ഇതായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് 4 അമ്പയർമാരെ കിട്ടുമായിരുന്നു. സോ അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് പിന്നെ അതിൽ BCCIയിൽ വന്നു കഴിഞ്ഞാൽ BCCIയുടെ ആദ്യം കിട്ടുന്നത് അണ്ടർ 16 മാച്ച്, ഇപ്പൊ വിമൻ മാച്ച്, അങ്ങനത്തെ കുറച്ചൊരു ഇന്റൻസിറ്റി കുറഞ്ഞ മാച്ചുകളായിരിക്കും ആദ്യം കിട്ടുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള മാച്ച് എല്ലാം TV-യിൽ മീൻസ് ഇതിലെല്ലാം റെക്കോർഡഡാണ്. സോ അതിൽ ഡിസിഷൻ എങ്ങനെയുണ്ട് അത് നോക്കാൻ ആളുണ്ടാവും, അതിന് മാർക്ക് ഇടാൻ ആളുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മുടെ റാങ്കിങ് വെച്ചിട്ട് താഴെ നിന്ന് മുകളിലോട്ട് കയറി വരണം. ഓക്കെ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ IPL സീസൺ തുടങ്ങാൻ പോവുകയാണ്. അതിനകത്തൊരു രസകരമുള്ള ഒരു കാര്യം, സഞ്ജു CSKയിലേക്ക് വരുന്നു എന്നുള്ളതും ചെന്നൈ ഫാൻസിന് ഭയങ്കര
പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. അതിനെ സാർ എങ്ങനെ നോക്കിക്കാണുന്നത്, സഞ്ജു CSK വരുന്നത്? എനിക്ക് പേഴ്സണലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമായിട്ട് അങ്ങനെ ഒരു പേഴ്സണൽ ലൈക്സ് അങ്ങനെ ഡിസ്ലൈക്സ് അങ്ങനെ ഒന്നുമില്ല. മീൻസ് എല്ലാ ടീമും എൻ്റെ ഇതിൽ ഇപ്പൊ ചെന്നൈ ഫാൻസിന് തീർച്ചയായിട്ടും ഒരു സന്തോഷം കിട്ടും. സഞ്ജുവിന് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ശരിക്കും CSK? ഇവിടെ രാജസ്ഥാൻ റോയൽസിൽ എങ്ങനെ മീൻസ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള വളരെ ഹ്യൂജ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വന്ന സമയത്ത്. ഇപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാറാണ്, ഇപ്പോൾ സഞ്ജു ഒരു സ്റ്റാറാണ്. മീൻസ് ഒരു രാജസ്ഥാൻ റോയൽസിൽ എങ്ങനെ വന്നോ അതല്ല ഇപ്പോൾ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ക്യാപ്റ്റൻസി കിട്ടി. ക്യാപ്റ്റൻസി ഒരു 5 കൊല്ലം രാജസ്ഥാൻ റോയൽസിനെ ലീഡ് ചെയ്ത ഒരു പ്ലെയറാണ്, ഫൈനൽ കളിച്ച ഒരു ക്യാപ്റ്റൻ അല്ലാണ്ട്. സോ അത് പുള്ളിക്കാരൻ്റെ ഇപ്പോൾ ഒരു എക്സ്പെക്ടേഷൻസും ഇതിലും ചെന്നൈ ഇപ്പം അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധോണി ഒരു പക്ഷേ റിട്ടയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 3-4 കൊല്ലം കൊണ്ടുപോകാനായിട്ടുള്ള ഒരാളായിട്ടാണ് അവർ സഞ്ജുവിനെ കാണുന്നത്. സോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെ സഞ്ജുവിടെ ഇപ്പം ക്യാപ്റ്റൻസി കിട്ടിയാൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ചെന്നൈ സൂപ്പർ കിങ്സിൽ ഇപ്പം കഴിഞ്ഞ കൊല്ലം ഋതുരാജ് ഗെയ്ക്വാഡായിരുന്നു. അതിനു മുമ്പ് ജഡേജ പരീക്ഷണത്തിലാണ്. സോ അത് ഇപ്പം സഞ്ജു ക്യാപ്റ്റനായിട്ട് 3-4 കൊല്ലം കളിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. സാറിന് ആ ഫസ്റ്റ് ആ മൊമെന്റിൽ ആ ബോളുമായിട്ട് നമ്മൾ കളി തുടങ്ങുന്ന സമയത്ത്, മാച്ചിൽ വരുന്ന സമയത്ത് ആ ബോളുമായിട്ട് വരുന്ന അമ്പയർമാരെയാണ് ഫസ്റ്റ് വിഷ്വൽ കാണിക്കുന്നത്. ആ ഒരു മൊമെന്റിൽ ശരിക്കും മനസ്സിൽ എന്താ ഫീൽ ചെയ്യുന്നത്? അല്ല ഞാനിപ്പോൾ എൻ്റെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓബ്വിയസ്ലി ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് എനിക്ക് കൊടുക്കാൻ പറ്റണം, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. തെറ്റ് പറ്റരുത്, അങ്ങനത്തെ ചിന്താഗതി ഞാൻ വെക്കാറില്ല. എന്നാൽ എനിക്കറിയാം തെറ്റ് പറ്റും. മീൻസ് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റണം. ഒരു ടീമിനും നമ്മുടെ അമ്പയറിങ് കാരണം ജയിക്കാനോ തോൽക്കാനോ അതൊന്ന് പ്രാർത്ഥിക്കും. നമ്മളൊരു കാരണം ആവരുത് ഒരു ടീം ജയിക്കാനോ തോൽക്കാനോ. ഡിസിഷൻ തെറ്റിയാലും കറക്റ്റ് ആയാലും അത് DRSൽ മാറിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. സോ അങ്ങനത്തെ ഒരു ഇതിൽ ആൻഡ് ഫോക്കസ് ഞാൻ പറയും. ഇനി 3 മണിക്കൂർ വേറെ ഒന്നും നമ്മൾ ഗെയിമിലോട്ടുള്ള ഒരിതിലാണ്, ബോൾ ബൈ ബോളായിട്ട് നമുക്ക് എന്താണ് നമുക്ക് സക്സസ് തന്ന അതിലോട്ട് നിൽക്കുക, ആ കോൺഫിഡൻസിൽ തന്നെ നിൽക്കുക എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ പോലെ മലയാളി എന്ന രീതിയിൽ അഭിമാനമായി BCCയും ഇന്റർനാഷണൽ ലെവലിലൊക്കെയുള്ള മാച്ചസ് സാർ പ്രിഫർ ചെയ്യാണ്. വൈകാതെ തന്നെ ഈ പറഞ്ഞ എലൈറ്റ് ക്ലാസ്സിലേക്ക് സാർ എത്തിപ്പെടട്ടെ, അത് ഉടനെ സംഭവിക്കട്ടെ, നമുക്കത് കാണാൻ സാധിക്കട്ടെ. ഇനി വരുന്ന മാച്ചിൽ ഈ പറഞ്ഞതുപോലെ ഒരു പെർഫെക്റ്റ് അമ്പയർ ആയിട്ട് തന്നെ തുടരാൻ സാധിക്കട്ടെ, നമുക്കത് TV-യിൽ കാണാൻ സാധിക്കട്ടെ. ഇനി ഈ തിരക്കിനിടയിലും നമുക്ക് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞല്ലോ. ഒരുപാട് താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.